കുടീൻ്റെ ഉന്മാദാവസ്ഥയിലായിരുന്നു ഞാൻ. അങ്ങനെ ഒന്നില്ലാത്ത രീതിയിലായി. കല്യാണം കഴിഞ്ഞ് ഈ കുടിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അച്ഛനും ഇങ്ങനെയൊക്കെ ഒരു വിസ സംഘടിപ്പിച്ച് സൗദി അറേബ്യ പറഞ്ഞയച്ചു. അവിടെ പോയാൽ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ എന്താ ചെയ്യുക, നിൻ്റെ നിർഭയം കൊണ്ട് അവിടെ നിന്നും കള്ളുകൂടി തന്നെയായിരുന്നു. തിരിച്ചു വന്ന് കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞാൽ നേരാവുമെന്ന് വിചാരിച്ച് കല്യാണം കഴിപ്പിച്ചു. കല്യാണം കഴിഞ്ഞിട്ടും അങ്ങനെ തന്നെ. പിന്നെ ഭാര്യയെ കൂട്ടാൻ രാത്രി 10 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയി കൂട്ടാൻ പോയിരുന്ന ഞാൻ എന്നെ കൂട്ടി കൊണ്ടുവരേണ്ട അവസ്ഥ, ബോധമില്ലാതെ അങ്ങനത്തെ അവസ്ഥയിലൊക്കെ ആയിപ്പെട്ടിരുന്നു. എന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ അറിഞ്ഞും കൊണ്ടും മരുന്ന് കഴിച്ചിട്ടുണ്ട്. എൻ്റെ ഭാര്യ, എൻ്റെ അമ്മ എല്ലാവരും കൂടി അറിയാതെ തന്നെ എനിക്ക് മരുന്ന് തന്നിട്ടുണ്ട്. പക്ഷേ അത് മരുന്ന് ഞാൻ അറിയാതെ കഴിക്കില്ല. കഴിച്ചിട്ട് പിന്നെ കുടിക്കുമ്പോഴും ഞാൻ ഛർദ്ദിച്ച് ഒഴിവാക്കുക. പക്ഷെ എന്നാലും എൻ്റെ കുടിയിൽ നിന്ന് മാറ്റം വരില്ല. ഛർദ്ദിക്കുമ്പോൾ എനിക്ക് കുടൽ പറഞ്ഞു വരുന്ന വേദന ഉണ്ട്, അസഹ്യമായ വേദന. എന്നാലും ഞാൻ കുടിയിൽ നിന്ന് ഒഴിവായില്ല.